എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം ശുക്രന്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ്. ശുക്രന്റെ രാശിമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ പ്രാധാന്യം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എല്ലാ സുഖങ്ങളുടെയും കാരകനാണ്, കലകളുടെ കാരകനാണ്, സമ്പത്തിൻ്റെ, ക്ഷേമത്തിൻ്റെ, സ്ഥാനമാനങ്ങളുടെ ഒക്കെ കാരകത്വം വഹിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെ ശുക്രന്റെ രാശിമാറ്റത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ശുക്രൻ നിൽക്കുന്നത് ചിങ്ങൻ രാശിയിലാണ്. ചിങ്ങൻ രാശിയിൽ നിന്ന് കന്നി രാശിയിലേക്കാണ് ശുക്രൻ ഗ്രഹചാരം നടത്താൻ പോകുന്നത്. പ്രത്യേകിച്ച് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 2 വരെയുള്ള കാലയളവിലാണ് ശുക്രൻ കന്നി രാശിയിൽ സഞ്ചരിക്കുന്നത്. ഈ കന്നി രാശിയിലേക്കുള്ള ശുക്രന്റെ പ്രവേശം എന്ന് പറഞ്ഞാൽ, കന്നി രാശി എന്ന് പറയുന്നത് ശുക്രനെ സംബന്ധിച്ച് നീചരാശിയാണ്. അപ്പോൾ ഒരു നീചരാശിയിലേക്ക് ഒരു ശുഭഗ്രഹം പ്രവേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രഹത്തെ സംബന്ധിച്ചുള്ള ഗുണഗണങ്ങൾ അല്ലെങ്കിൽ നല്ല ഫലങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ നീചരാശിയിലേക്കുള്ള ശുക്രന്റെ രാശിമാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിലും ആ കന്നി രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ആ അധിപനും ഉച്ചരാശിയാധിപനും ബുധനാണ്. അങ്ങനെയുള്ള ബുധൻ ശുക്രൻ നിൽക്കുന്ന കന്നി രാശിയുടെ 10 കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ശുക്രന് നീചഭംഗ രാജയോഗം സംഭവിക്കുന്നു. ഒരു ഗ്രഹം നീചത്തിൽ നിന്ന് കഴിഞ്ഞാൽ ദോഷപ്രദമാണെന്ന് പറഞ്ഞ്, എന്നാൽ നീചഭംഗ രാജയോഗം സംഭവിക്കുമ്പോൾ അത് വലിയ ഗുണാനുഭവങ്ങളായിട്ട് വന്ന് ഭവിക്കുന്നതും ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 5 രാശിക്കാർക്ക് ശുക്രന്റെ ഈ നീചരാശിയിലേക്കുള്ള രാശിമാറ്റം മൂലം നീചഭംഗ രാജയോഗം സംഭവിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് 5 രാശിക്കാരെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നീചഭംഗ രാജയോഗം സംഭവ്യമാകുന്ന ആദ്യത്തെ രാശി ഇടവൻ രാശിയാണ്. ഇടവൻ രാശിയിൽ വരുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, രോഹിണി, മകൈര്യം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിയുടെ 5ാം ഭാവത്തിലേക്കാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത്. 5ാം ഭാവത്തിൻ്റെ കാരകധർമ്മങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിൻ്റെ സ്ഥാനമാണ്, സന്താന സ്ഥാനമാണ്, സാമ്പത്തികമായ നേട്ടങ്ങളെല്ലാം പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥാനമാണ് 5ാം സ്ഥാനം അഥവാ 5ാം രാശി. അപ്പോൾ 5ലേക്കുള്ള ശുക്രൻ്റെ നീചഭംഗ രാജയോഗസ്ഥിതനായിട്ടുള്ള സ്ഥിതി ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണാനുഭവങ്ങൾ സമ്മാനിക്കുന്നതായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും, കീർത്തി ഒക്കെ പ്രദാനം ചെയ്യും. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ കാരകനാണ്, സന്താനകാരകനാണ്. ഈ രാശിക്കാർ മാനസികമായിട്ട് അനുഭവിച്ചു കൊണ്ട് ഇരുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രയാസങ്ങളൊക്കെ അകന്നു പോകുന്ന ഒരു കാലയളവാണ് ഇത്. അതുകൂടാതെ സന്താന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ വളരെയധികം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നവരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം നീങ്ങിക്കിട്ടുകയും സന്താന ഗുണം, അതായത് ഏറെ കാലമായിട്ട് സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താന ഗുണം ലഭ്യമാകുന്നതിനുള്ള ഒരു സമയമാണ്. സന്താനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ നല്ല ജോലി, അവർക്ക് നല്ല രീതിയിലുള്ള വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നതിനും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ശുക്രൻ്റെ നീചഭംഗ രാജയോഗം ചെയ്തുള്ള കന്നി രാശിയിലെ സ്ഥിതി. കൂടാതെ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ഇടവൻ രാശിയുടെ രാശ്യാധിപനും 6ാം ഭാവാധിപനുമാണ്. അപ്പോൾ രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ നീചഭംഗ രാജയോഗം ചെയ്ത് നിൽക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും ഇവരെ തേടി വരും. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ, സ്ഥാനമാനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ നേതൃഗുണം
ഉണ്ടാവുകയും നേതൃസ്ഥാനത്തേക്കൊക്കെ അവരോധിക്കപ്പെടാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യും. പിന്നെ 6-ാം ഭാവത്തിൻ്റെ ആധിപത്യം നോക്കുമ്പോൾ 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ രോഗസ്ഥാനം, ശത്രുസ്ഥാനമൊക്കെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് രോഗശാന്തി ഉണ്ടാകാനും അവരുടെ രോഗമൊക്കെ മാറിക്കിട്ടാനും, അല്ലെങ്കിൽ പല കാലങ്ങളായിട്ട് ചികിത്സ നടത്തിയിട്ട് ഫലിക്കാതിരുന്നവർക്ക് ചികിത്സയൊക്കെ നല്ല രീതിയിൽ ഫലപ്രാപ്തിയിലെത്തുന്നതുമായിട്ടുള്ള ഒരു സമയവുമാണ്. ഇടവൻ രാശിക്കാർക്ക് ഇത്തരത്തിലുള്ള സമ്പത്തും സൗഭാഗ്യവും സൽകീർത്തിയും മനസുഖവും ശരീരസുഖവും എല്ലാം വന്നു ചേരുന്ന ഒരു കാലയളവാണ് ശുക്രൻ്റെ നീചഭംഗ രാജയോഗം ചെയ്തുള്ള കന്നിരാശിയിലെ സ്ഥിതി. ഇടവൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ശുക്രൻ്റെ രാശിമാറ്റം മൂലം നീചഭംഗ രാജയോഗം സംഭവ്യമാകുന്ന അടുത്ത രാശി ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിയിൽ വരുന്നത് മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ രാശിയുടെ 2-ലേക്കാണ് ശുക്രൻ്റെ സ്ഥാനം വരുന്നത്. 2-ൽ നീചഭംഗ രാജയോഗം ചെയ്തു വരികയാണ്. 2 എന്ന് പറയുന്ന സ്ഥാനത്തിൻ്റെ പ്രത്യേകത ധനം, വിദ്യ, വാക്ക് ഒക്കെ പറയേണ്ട ഒരു സ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും വിദ്യാഗുണവും കീർത്തിയും ഇവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കപ്പെടുന്ന ഒരു സമയവുമെല്ലാമാണ് ഈ ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഈ രാശിക്കാർക്ക് വരാൻ പോകുന്നത്. കുറേ കാലമായിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾക്കൊരു അംഗീകാരം കിട്ടാതിരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറിയിട്ട് ഇവരുടെ ചെയ്തികൾക്കും ഇവരുടെ കർമ്മങ്ങൾക്കുള്ള ഫലങ്ങൾ, നല്ല സൽഫലങ്ങൾ ലഭിക്കുകയും ഇവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുകയും ഈ രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് വിദേശ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയവുമാണ് വരുന്നത്. പിന്നെ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ എന്ന് പറയുന്നത് 3ഉം 10ഉം ഭാവാധിപനാണ്. 3-ാം ഭാവത്തിൻ്റെ കാരകധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദര സ്ഥാനമാണ്, മുന്നേറ്റ സ്ഥാനമാണ്, ധൈര്യത്തിൻ്റെ സ്ഥാനമൊക്കെയാണ്. അപ്പോൾ സഹോദരങ്ങളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്നൊക്കെ വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ സമയത്ത് ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതായിരിക്കും. പ്രത്യേകിച്ച് മാതൃഗുണം വളരെ നല്ല രീതിയിൽ അനുഭവപ്പെടാം. കുടുംബ സ്വത്തുക്കളൊക്കെ വീതം വെച്ച് കിട്ടാനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഇനി 10-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മസ്ഥാനമാണ്. അപ്പോൾ 10-ാം ഭാവത്തിൻ്റെ അധിപൻ നീചഭംഗ രാജയോഗം ചെയ്ത് നിൽക്കുമ്പോൾ കർമ്മസംബന്ധമായിട്ട്, അതായത് തൊഴിൽ സംബന്ധമായി ഈ രാശിക്കാർ ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളാണോ നേരിട്ടുകൊണ്ടിരുന്നത്, ചിലർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലർക്ക് തൊഴിൽ വേണ്ട രീതിയിലുള്ള വളർച്ചയില്ലാത്ത അവസ്ഥയുണ്ട്, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം യാതനകൾ അല്ലെങ്കിൽ ധനനഷ്ടങ്ങളൊക്കെ വന്ന് ബിസിനസ് സംരംഭങ്ങളൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിന്നുപോയ ഒരു സാഹചര്യം വരെയൊക്കെ കടന്നു പോകുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനമുണ്ടാകും. ഏത് കർമ്മമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഈ രാശിക്കാർ പ്രവർത്തിച്ചാലും അതിൽ നിന്നൊക്കെ നേട്ടങ്ങൾ കൈവരുന്ന ഒരു സമയവുമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തന മികവിനുള്ള അംഗീകാരം കിട്ടും. കലാകാരന്മാർക്കും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാസ്ഥാനമാണ് 2 പറയുന്നത്. അപ്പോൾ കലാപരമായിട്ടുള്ള നേട്ടങ്ങൾ, ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാനുള്ള ഭാഗ്യമെല്ലാം എല്ലാ രീതിയിലും പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഫലമാണ് ശുക്രൻ്റെ രാശിമാറ്റം മൂലം, പ്രത്യേകിച്ച് നീചഭംഗ രാജയോഗം ചെയ്ത് കന്നിരാശിയിൽ നിൽക്കുമ്പോൾ ചിങ്ങൻ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. ചിങ്ങൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ശുക്രൻ്റെ നീചഭംഗ രാജയോഗ സ്ഥിതി കൊണ്ട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ്. കന്നിരാശിയിൽ വരുന്നത്
ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ കന്നി രാശിയിലെന്ന് പറഞ്ഞാൽ അവരുടെ ജന്മരാശിയിലാണ് നീചഭംഗ രാജയോഗം ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ജന്മരാശിയിൽ നീചസ്ഥനായിട്ട് പൊതുവെ ശുക്രൻ നിന്നാൽ ഗുണപ്രദമല്ല, ദോഷപ്രദമാണ്. എന്നാൽ നീചഭംഗ രാജയോഗം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് എല്ലാ രീതിയിലുമുള്ള ഗുണാനുഭവങ്ങൾ, അതായത് ആരോഗ്യപരമായിട്ട്, സാമ്പത്തികമായിട്ട്, മാനസികമായിട്ടൊക്കെ ഇവർ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതെല്ലാം മാറി സമാധാനം, സന്തോഷം, സംതൃപ്തി, അംഗീകാരം, സാമ്പത്തിക നേട്ടങ്ങൾ ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവാണ് വരുന്നത്. ഇനി കന്നി രാശിക്കാരെ സംബന്ധിച്ച് 2ഉം 9ഉം ഭാവാധിപനാണ് ശുക്രൻ. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യ, വാക്ക്, ധനം. 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനവുമാണ്. അപ്പോൾ 2 ഭാവത്തിൽ നീചഭംഗ, 2ാം ഭാവാധിപൻ നീചഭംഗ യോഗം ചെയ്ത് ജന്മത്തിൽ നിൽക്കുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ എല്ലാ രീതിയിലും വന്ന് ചേരുന്നതാണ്. പല വഴിക്കുള്ള ധനലാഭം, പ്രത്യേകിച്ച് ഊഹക്കച്ചവടങ്ങളിൽ നിന്നൊക്കെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികൾക്ക് വളരെയധികം നേട്ടങ്ങൾ, അവർ ഉദ്ദേശിച്ച രീതിയിൽ ഉന്നത പഠനമൊക്കെ പൂർത്തീകരിക്കാൻ, അല്ലെങ്കിൽ ഇനി പുതിയ കോഴ്സിനൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. കലാകാരന്മാർക്ക് വളരെയധികം നേട്ടങ്ങൾ, അല്ലെങ്കിൽ അംഗീകാരങ്ങൾ, അവാർഡുകൾ, കാര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയവുമാണ്. കൂടാതെ 9ാം ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 9ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. അപ്പോൾ ഭാഗ്യസ്ഥാനത്തിൻ്റെയും കൂടി അധിപനായതുകൊണ്ട് ഈശ്വരാധീനവും ഭാഗ്യവും വളരെ നല്ല രീതിയിൽ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയമാണ്. ഈശ്വരാധീനം കൊണ്ട് തന്നെ പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് നേടിയെടുക്കാൻ കഴിയും. വിചാരിച്ചിരിക്കാത്ത സമയത്ത് പല നേട്ടങ്ങളും ഇവരെ തേടി വരും. ഇവർക്കെതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നവർ, അല്ലെങ്കിൽ ഇവരെ അകറ്റി നിർത്തിയിരുന്നവരൊക്കെ ഇവരെ തേടി ഇവരുടെ സമീപത്തേക്ക് വരികയും ചെയ്യുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാലയളവായിരിക്കും കന്നി രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ്റെ നീചഭംഗ രാജയോഗം മൂലം വന്നു ചേരാൻ പോകുന്നത്. കന്നി രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ശുക്രൻ്റെ കന്നിരാശിയിലുള്ള നീചഭംഗ സ്ഥിതി മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന 4ാമത്തെ രാശി വൃശ്ചികൻ രാശിയാണ്. വൃശ്ചികൻ രാശിയിൽ വരുന്നത് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 11ലാണ് ശുക്രൻ നീചഭംഗ രാജയോഗം ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ 11 എന്ന ഭാവത്തിൻ്റെ കാരകധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവാഭീഷ്ട സ്ഥാനമാണ്. അപ്പോൾ സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയും, അതായത് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ കാലയളവിൽ നേടിയെടുക്കാൻ അല്ലെങ്കിൽ നടന്നു കിട്ടുന്ന ഒരു സമയമാണെന്ന് അറിയുക. പിന്നെ വൃശ്ചികൻ രാശിയുടെ 7ഉം 12ഉം ഭാവാധിപനാണ് ശുക്രൻ. 7 പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യ സ്ഥാനമാണ്. 12 പറഞ്ഞാൽ വ്യയസ്ഥാനമാണ്, ചെലവിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ ദാമ്പത്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഈ രാശിയിൽപ്പെട്ടവർ നേരിട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതെല്ലാം മാറി സമാധാനവും സന്തോഷവും വന്നു ചേരുന്നതാണ്. ദാമ്പത്യപരമായിട്ട് ഐക്യമില്ലാതെ അകന്നു നിന്നിരുന്ന ദമ്പതിമാർ ഒന്നു ചേർന്ന് ജീവിക്കാൻ, അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങളൊക്കെ മാറി വഴക്കൊക്കെ നീങ്ങി നല്ല രീതിയിൽ ജീവിക്കാൻ സഹായകമാകുന്ന ഒരു സമയമാണ്. വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുന്നതിന് ഇടയാകുന്ന സമയമാണ്. ഇനി 12ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവിൻ്റെ സ്ഥാനമായതുകൊണ്ട് വളരെയധികം അനാവശ്യ ചെലവുകൾ ഈ രാശിക്കാർ നേരിട്ടുകൊണ്ടിരുന്നു. അനാവശ്യമായിട്ടുള്ള ചെലവുകളെല്ലാം മാറിയിട്ട് നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗപ്രദമായ രീതിയിൽ പണം ചെലവ് ചെയ്യാനും അതിലൂടെ മനസ്സമാധാനവും സന്തോഷവും കീർത്തിയും ഒക്കെ വന്നു ചേരുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു കാലയളവാണ്
ഈ രാശിക്കാർക്ക്, കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. വൃശ്ചികൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ശുക്രൻ്റെ കന്നിരാശിയിലുള്ള നീചഭംഗ രാജയോഗ സ്ഥിതി കൊണ്ട് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന 5ാമത്തെ രാശി മകരൻ രാശിയാണ്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മകരൻ രാശിക്കാരെ സംബന്ധിച്ച് 9ലാണ് ശുക്രൻ നീചഭംഗ രാജയോഗസ്ഥിതനായിട്ട് വരുന്നത്. 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യം, സൗഭാഗ്യങ്ങൾ പല വിധത്തിൽ വന്നു ചേരും. പ്രത്യേകിച്ച് ഗൃഹം, ആട, ആഭരണം, വസ്ത്രാദികളൊക്കെ വന്നു ചേരും. വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരാധീനവും ഭാഗ്യവും കൊണ്ട് നടന്നു കിട്ടും. പിന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ എന്ന് പറയുന്നത് 5ഉം 10ഉം ഭാവാധിപനാണ്. 5 എന്ന് പറഞ്ഞാൽ മനസ്സ്, സന്താന സ്ഥാനമൊക്കെയാണ്, പൂർവ്വപുണ്യസ്ഥാനമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് മാനസികമായിട്ട് ഈ രാശിക്കാർ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇരുന്നുവെങ്കിൽ അതെല്ലാം നീങ്ങി മനസ്സമാധാനവും സന്തോഷവും വന്നു ചേരും. സന്താന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ നേരിട്ടവർ, അതായത് സന്താനങ്ങൾക്കായി കാത്തിരുന്നിട്ട് അത് ലഭിക്കാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന നേട്ടം അഥവാ സന്താന ഗുണം വന്നു ചേരുന്നതാണ്. സന്താനങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം, അല്ലെങ്കിൽ സന്താനങ്ങളുടെ വിവാഹം, സന്താനങ്ങൾക്ക് ജോലി, അതുമല്ലെങ്കിൽ അവർക്ക് വിദേശ പഠനം, ഇതെല്ലാം സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സമയവും അതിലൂടെ മനസ്സന്തോഷവും ലഭിക്കുന്നതാണ്. 10ാം ഭാവം എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണ്. അപ്പോൾ കർമ്മസ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയാണ് ശുക്രൻ. അങ്ങനെയുള്ള ശുക്രൻ നീചഭംഗ രാജയോഗം ചെയ്ത് നിൽക്കുമ്പോൾ കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങളുണ്ടാകും. അതായത് പ്രമോഷനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന അവരെ സംബന്ധിച്ച് പ്രമോഷൻ ലഭിക്കുന്നതാണ്. പുതിയ ജോലി ആഗ്രഹിച്ച് കാത്തിരുന്നിട്ട് കുറേ കാലമായിട്ട് നടക്കാതെ പോയവർക്ക് അത് ലഭിക്കുന്നതാണ്. വിദേശ ജോലി ആഗ്രഹിച്ച് വിസക്കായിട്ട് കാത്തിരിക്കുന്നവർക്കൊക്കെ ആ തടസ്സങ്ങളൊക്കെ നീങ്ങി അത് വിസയൊക്കെ ലഭിച്ച് വിദേശ രാജ്യത്ത് പോകാനും അതിലൂടെ സമ്പത്തും സന്തോഷവും ഒക്കെ നേടിയെടുക്കാനും ഏത് കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും വലിയ നേട്ടങ്ങളുണ്ടാകും. ഇപ്പോൾ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മ രംഗത്തെ പ്രത്യേകതകൾ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കർമ്മരംഗത്ത് അവർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ മാനിച്ച് അംഗീകാരങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയവുമാണ്. മകരൻ രാശിക്കാർക്ക് വളരെ ഇത്തരത്തിൽ സമ്പത്തും ഐശ്വര്യവും കീർത്തിയും സ്ഥാനമാനങ്ങളും എല്ലാം വന്നു ചേരുന്നതിന് ശുക്രൻ്റെ നീചസ്ഥിതിയിലുള്ള കന്നിരാശിയിലെ സ്ഥിതി സഹായകമായി ഭവിക്കുന്നതാണ്. മകരൻ രാശിക്കാർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗോചരാലുള്ള ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചത്. ഗോചരാലുള്ള ഫലങ്ങൾ പ്രതിപാദിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ജനന ജാതകം കൂടി പരിശോധിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്നത് നല്ല ശുഭഗ്രഹങ്ങളുടെ ദശാകാലമോ ശുഭഗ്രഹങ്ങളുടെ അപഹാരകാലമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ ഗുണാനുഭവങ്ങൾ കുറേയും കൂടി കൂടുതലായ തോതിൽ വന്ന് അനുഭവിക്കാൻ കഴിയുന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഓൺലൈൻ കൺസൾട്ടേഷനും സൗകര്യമുണ്ട്. ഈ വാട്സപ്പിലൂടെ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാവുന്നതുമായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.